കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ ബികോം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന പേപ്പറിലെ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബിസിനസ് സ്റ്റാറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്ലാസ്സുകളും എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ക്ലാസ്സുകൾ നേരത്തെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ വാച്ച് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് കാൽക്കുലേറ്റ് ദി പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ ഫ്രം എ ബാഗ് കണ്ടെയ്നിങ് 7 വൈറ്റ് ആൻഡ് 8 ബ്ലാക്ക് ബോൾ എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സാമ്പിൾ സ്പേസ് എങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത്. അതായത് പ്രോബബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്ലാസ്സുകൾ നേരത്തെ ചെയ്തത് ജസ്റ്റ് നിങ്ങൾ വാച്ച് ചെയ്യുക. അത് കണ്ടതിന് ശേഷം മാത്രം ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ ലഭിക്കുകയുള്ളൂ. അതായത് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ചാൻസ് ഓഫ് ഒക്കറൻസ് ഓഫ് എൻ ഇവൻ്റ് ആണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 7 വൈറ്റ് ബോളും 8 ബ്ലാക്ക് ബോളും ആണുള്ളത്. അപ്പോൾ ഇവിടെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ഇവിടെ 7 വൈറ്റ് ബോൾ ഉണ്ടാവും, അതേപോലെ തന്നെ 8 ബ്ലാക്ക് ബോളും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ ആണ്. ഒരു വൈറ്റ് ബോൾ ഡ്രോ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ വൈറ്റ് ബോൾ ഇവിടെ വരുന്നത് എത്രയാണ്? 7 ആണ്. ഇവിടെ വൈറ്റ് ആകാനുള്ള സാധ്യത വരുന്നത് 7 ആണ്. അതേപോലെ ടോട്ടൽ വരുന്നത് എത്രയാണ്? 7 + 8 ആണ്. അപ്പോൾ 7 / 15 ആണ്. അതായത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ബോൾ എന്ന് പറയുന്നത് 7 / 15 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, വളരെ സിമ്പിളാണ്. ഇതിൻ്റെ കൺസെപ്റ്റ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ ടോട്ടലി 7 വൈറ്റ് ബോളും 8 ബ്ലാക്ക് ബോളുമാണുള്ളത്. വൈറ്റ് ബോളാകാനുള്ള സാധ്യത 7 ആണ്. അതായത് ഔട്ട് ഓഫ് 15, 15ൽ 7 ബോളാണ് വൈറ്റ് ബോളാകാനുള്ള സാധ്യത. അതായത് ടോട്ടൽ വരുന്നത്, അതായത് n എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 15 ആണ്. ഓക്കെ, ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് 15 ആണ്. ഇനി അടുത്ത രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ ഡൈ ഈസ് ത്രോൺ, ഫൈൻഡ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 4 കിട്ടാനുള്ള സാധ്യത, അതേപോലെ ഈവൻ നമ്പർ കിട്ടാനുള്ള സാധ്യത. ഇതാണ് ചോദിക്കുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡൈ ത്രോ ചെയ്യുന്ന സമയത്ത് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് 1 2 3 4 5 6 ഇത്രയുമാണ് വരുന്നത്. സാമ്പിൾ സ്പേസ് വരിക 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 4 ആണ് ചോദിക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 4 എന്ന് പറയുന്നത് ഔട്ട് ഓഫ് 6ൽ 4 വരാനുള്ള സാധ്യത എത്രയാണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ 1/6 എന്ന് ആൻസർ വരും. ഓക്കെ, ഇനി രണ്ടാമത് ചോദിക്കുന്നത് ഇവൻ നമ്പർ ആകാനുള്ള സാധ്യതയാണ്. ഓക്കെ, എത്ര ഇവൻ നമ്പർ ഉണ്ടാവും? 1 to 6 വരെ എത്ര ഇവൻ നമ്പറാണ് ഉണ്ടാകുന്നത്? 3 നമ്പറാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഓഡ് നമ്പർ 3 ഉണ്ടാവും, അതേപോലെ തന്നെ ഈവൻ നമ്പറും 3 ഉണ്ടാവും. അപ്പോൾ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഈവൻ നമ്പർ എന്ന് പറയുന്നത് 3/6 ആണ്. അതായത് ഈവൻ നമ്പർ എന്ന് പറയുന്നത് ഇവിടെ ഏതൊക്കെയാണ്? 2 4 6 ഈ 3 വരുന്നത്. 2 4 6 ആണ്. ഇപ്പോൾ 3/6 എന്ന് വരും. അതായത് അത് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/2 എന്നുള്ള രൂപത്തിലേക്ക് വരും. ഓക്കെ, 1 3 3 2 × 3 എത്രയാണ്? 6 ആണ്. അപ്പോൾ 1/2 എന്ന് പറയുന്ന രൂപത്തിലേക്ക് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക. നെക്സ്റ്റ് മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, എ ബാഗ് കണ്ടെയ്ൻസ് 500 ബോൾട്ട് ഓഫ് വിച്ച് 40 ആർ ഡിഫക്റ്റീവ്. ഒരു ബാഗിൽ 500 ബോൾട്ടാണുള്ളത്. അതിൽ 40 ബോൾട്ട് എന്താണ്? ഡിഫക്റ്റീവ് ആണ്. ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് ദി ബോൾട്ട് സെലക്റ്റഡ് അറ്റ് റാൻഡം വാസ് നോട്ട് ഡിഫക്റ്റീവ്. അപ്പോൾ 40 ഡിഫക്റ്റീവ് ആണെങ്കിൽ നോട്ട് ഡിഫക്റ്റീവ് എത്രയായിരിക്കും? 460 ആയിരിക്കും. 500ൽ നിന്ന് 40 പോയാൽ 460 ആയിരിക്കും എന്ത്? നോട്ട് ഡിഫക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 460 ഔട്ട് ഓഫ് 500 ആണ്. ടോട്ടൽ വരുന്നത് എത്രയാണ്? 500 ആണ്. മൊത്തം ബോൾട്ട് വരുന്നത് 500 ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോട്ട് ഡിഫക്റ്റീവ് എന്ന് പറയുന്നത് എത്രയാണ്? 460 / 500 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് നാലാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ ബോൾ ഈസ് ഡ്രോൺ ഫ്രം എ ബാഗ് കണ്ടെയ്നിങ് 4 വൈറ്റ് 6 ബ്ലാക്ക് 5 യെല്ലോ ബോൾസ്. ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് എ ബോൾ ഡ്രോൺ ഈസ്, ഒന്നാമത്തത് വൈറ്റ്, സെക്കൻഡ് വൺ യെല്ലോ, ദെൻ നെക്സ്റ്റ് ബ്ലാക്ക്, ദെൻ നോട്ട് യെല്ലോ, ദെൻ യെല്ലോ ഓർ വൈറ്റ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക,
ഇവിടെ മൊത്തം എത്ര വൈറ്റ് ബോളാണ്? 4 വൈറ്റ് ബോൾ, അതേപോലെ തന്നെ 6 ബ്ലാക്ക് ബോൾ, അതേപോലെ 5 യെല്ലോ ബോൾ. ഇതാണ് വരുന്നത്. ഇപ്പോൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ഇതാണ് വരുന്നത്. ഓക്കെ, 4 വൈറ്റ് ബോളും 6 ബ്ലാക്ക് ബോളും ദെൻ 5 യെല്ലോ ബോളും. ഒന്നാമത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ആണ്. വൈറ്റ് കിട്ടാനുള്ള സാധ്യത, വൈറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ 15 വരുന്നത്. ഇത് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ 15. 4ഉം 6ഉം 5ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 15 കിട്ടും. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ ഇതിൽ 4 എണ്ണമാണ് വൈറ്റ് വരുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4/15 ആയിരിക്കും. ഓക്കെ, 4/15 എന്ന് നമുക്ക് കിട്ടും. ഇനി രണ്ടാമത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് യെല്ലോ ആണ്. യെല്ലോ ടോട്ടൽ എത്ര വരുന്നുണ്ട്? യെല്ലോ ടോട്ടൽ 5 ആണ്. അപ്പോൾ 5/15 ഔട്ട് ഓഫ് 15 ആണ്. അപ്പോൾ 5/15, അതായത് ഒന്നുകൂടെ മാറ്റി കഴിഞ്ഞാൽ 1/3 എന്ന് അതിനെ നമുക്ക് എഴുതാം. ഇനി അടുത്ത പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ടോട്ടൽ എത്ര വരുന്നുണ്ട്? 6 ആണ്. അപ്പോൾ 6/15 എന്ന് കിട്ടും. അതായത് 15 ആണ് ടോട്ടൽ വരുന്നത്. ഇനി അടുത്ത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോട്ട് യെല്ലോ. യെല്ലോ ഇല്ലാതിരിക്കാനുള്ള സാധ്യത. ഓക്കെ, അപ്പോൾ യെല്ലോ അല്ലെങ്കിൽ എന്തായിരിക്കും? അത് ഒന്നുകിൽ വൈറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ബ്ലാക്ക് ആയിരിക്കും. ഓക്കെ, അപ്പം വൈറ്റും ബ്ലാക്കും ആണ് യെല്ലോ അല്ലാത്ത സമയത്ത് വരുന്നത്. അപ്പോൾ വൈറ്റും ബ്ലാക്ക് എന്ന് പറയുന്നത് എത്രയാണ്? വൈറ്റും ബ്ലാക്ക് എന്ന് പറയുന്നത് വൈറ്റും ബ്ലാക്കും മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 4ഉം 6ഉം 10 ആണ്. അപ്പോൾ 10/15, അതായത് 2/3 എന്ന് കിട്ടും. 2/3 എന്ന് ആൻസർ കിട്ടും. ഇനി അടുത്ത പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് യെല്ലോ ഓർ വൈറ്റ്. യെല്ലോ അല്ലെങ്കിൽ വൈറ്റ് കിട്ടാനുള്ള. യെല്ലോ അല്ലെങ്കിൽ വൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ യെല്ലോ എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. വൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. ഇപ്പോൾ ടോട്ടൽ എത്ര വരും? 9 വരും. ഇപ്പോൾ 9/15 എന്ന് പറഞ്ഞാൽ ഇതിനെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ 3/5 എന്ന് പറയുന്ന രൂപത്തിലേക്ക് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഇതിനെ വർക്കൗട്ട് ചെയ്യുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2 dice are thrown. 2 ഡൈസ് ത്രോ ചെയ്യുന്നു. ഫൈൻഡ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബോത്ത് ദി സെയിം നമ്പർ. രണ്ടും സെയിം നമ്പർ ആകാൻ. അതേപോലെ തന്നെ 1 die shows 6. ഒരു ഡൈ എത്ര കാണിക്കണം? 6 കാണിക്കുന്നത്. ഇനി ഫസ്റ്റ് ഡൈ 3 കാണിക്കുന്നത്. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് ഡൈസ് 9 കാണിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് 8 കാണിക്കുന്നത്. ടോട്ടൽ സമ്മ് 11 കാണിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വർക്കൗട്ട് ചെയ്യുമ്പോൾ 2 ഡൈസ് ആണ് നമ്മൾ ത്രോ ചെയ്യുന്നതെങ്കിൽ അവിടെ സാമ്പിൾ സ്പേസ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിക്കുക. ഇവിടെ ടോട്ടൽ സാമ്പിൾ സ്പേസിൽ മൊത്തം 36 എണ്ണം വരാൻ സാധ്യതയുണ്ട്. 36 ഇവൻറ്റ്. അതായത് ഒന്നാമത് ഫസ്റ്റ് 1 ആകാം. അതായത് ആദ്യം നമ്മൾ ത്രോ ചെയ്യുന്നത് 1 ആകാം. രണ്ടാമത് ത്രോ ചെയ്യുന്നതും 1 തന്നെയാകാം. ഇനി അടുത്തത് ഇതേ ലൈനിൽ നോക്കുമ്പോൾ അടുത്ത് വരുന്ന 1, 2 ആകാം. ഒന്നാമത്തത് 1 ആകാം, രണ്ടാമത്തത് 2 ആകാം. ഇനി ഒന്നാമത്തെ 1 ആകാം, രണ്ടാമത്തെ 3 ആകാം. ഇങ്ങനെ പോകുന്നു 6 വരെ. ഇനി താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ 2 ആകാം, പിന്നത്തെ 1, പിന്നെ 2 ആകാം, 2 3 ആകാം, 2 4 ആകാം, 2 5 ആകാം. ഇങ്ങനെ വരും. അടുത്ത 3 1 3 2 ഇങ്ങനെ പോകും. അടുത്ത 4 1 4 2 4 3 ഇങ്ങനെ. ദെൻ 5 1 5 2, പിന്നെ 6 1 6 2 ഇങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ ഇത്രയും സാമ്പിൾ സ്പേസുകളാണ് ടോട്ടലി 2 ഡൈസ് ആണ് ത്രോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ളതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബോത്ത് ദി സെയിം നമ്പർ ആണ്. രണ്ടും സെയിം നമ്പർ കിട്ടാനുള്ള സാധ്യതയാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മളെ തന്നിട്ടുള്ള ഈ ഒരു സാമ്പിൾ സ്പേസിൽ രണ്ടും സെയിം നമ്പർ ആകാനുള്ള സാധ്യത ഏതൊക്കെയാണ്? 1 1 2 2 3 3 4 4 5 5, അതേപോലെ 6 6. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഇത് മൊത്തം 6 എണ്ണമാണ് വരുന്നത്. അപ്പോൾ 6/36 എന്ന് വരും. അതായത് മൊത്തം ഇവിടെ വരുന്നത് എത്രയാണ്? സാമ്പിൾ സ്പേസിൽ മൊത്തം 36 ആണ്. അപ്പോൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബോത്ത് ദി സെയിം നമ്പർ 6/36. അതൊന്നുകൂടെ ഷോർട്ടാക്കി കഴിഞ്ഞാൽ 1/6 എന്ന് കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 die shows 6 ആണ്. ഒരു നമ്പർ 6 ആകാനുള്ള സാധ്യത. ഓക്കെ, ഒറ്റൊരു നമ്പർ 6 ആയാൽ മതി. ഇവിടെ 1 6 വരുന്നുണ്ട്. നെക്സ്റ്റ് ഒന്നാമത്തേൽ 1 6, രണ്ടാമത്തെ 2 6 3 6 1 4 6 5 6 6 1 6 2 6 3 6 4 6 5. ഒരു നമ്പർ മാത്രം വരുന്നത് 1 2 3 4 5 6 7 8 9 10. ടോട്ടൽ വരുന്നത് എത്രയാണ്? 10 ആണ്. അപ്പോൾ 10/36, അതായത് 5/18 എന്ന് ഷോർട്ടായിട്ട് നമുക്ക് കൊടുക്കാം.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഫസ്റ്റ് ഡൈ ഷോസ് 3 ആണ്. ഒന്നാമത്തെ ഡൈ എത്ര കാണിക്കണം? 3 കാണിക്കണം. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ഡൈ 3 കാണിക്കുന്നത് ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഡൈ 3 കാണിക്കുന്നത് ഇവിടെ ഈ ലൈനിൽ വരുന്ന എല്ലാം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ആ 3 1 3 2 3 3 ഇങ്ങനെ ഈ ലൈനിൽ വരുന്ന എല്ലാം എന്താണ്? ഒന്നാമത്തത് 3 ആണ്. അപ്പോൾ ടോട്ടൽ എത്ര വരും? 6 വരും. മൊത്തം എത്ര വരും? 6 വരും. ഓക്കെ, അപ്പോൾ ടോട്ടൽ 6 ഡിവൈഡ് ബൈ 36 1 ഡിവൈഡ് ബൈ 6 എന്ന് ആൻസർ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ടോട്ടൽ 9 ആണ്. 2 നമ്പറും കൂട്ടിക്കഴിഞ്ഞാൽ 9 കിട്ടണം. 2 നമ്പറും കൂട്ടിക്കഴിഞ്ഞാൽ 9 കിട്ടണം. അതിനുള്ള സാധ്യത 6 കൂട്ടിക്കഴിഞ്ഞാൽ 9 ആണ്. 4 5 9 ആണ്. 5 4 9 ആണ്. 3 6 6 3 9 ആണ്. അപ്പോൾ 1 2 3 4 ടോട്ടൽ എത്ര വരും? 4 ഡിവൈഡ് ബൈ 36. ഒന്നുകൂടെ നമ്മൾ മാറ്റി ചെയ്ത് കഴിഞ്ഞാൽ 1 ഡിവൈഡ് ബൈ 19 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്ത പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 8 ആണ്. ടോട്ടൽ 8 കിട്ടണം. ടോട്ടൽ 8 കിട്ടാനുള്ള സാധ്യത ഏതൊക്കെയാണ്? ടോട്ടൽ 8 കിട്ടാനുള്ള സാധ്യത ഇവിടെ 2 + 6 8 ആണ്. 3 + 5 8 ആണ്. 4 + 4 8 ആണ്. 5 + 3 8 ആണ്. 6 + 2 8 ആണ്. 1 2 3 4 5. ഓക്കെ, ടോട്ടൽ എത്ര വരും? 5 ഡിവൈഡഡ് ബൈ 36 എന്ന് ആൻസർ കിട്ടും. ഇനി അടുത്ത് സം ഓഫ് 11 ആണ്. രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് എത്രയാണ്? ടോട്ടലിൽ 11 കിട്ടണം. അങ്ങനെ 11 വരാനുള്ള സാധ്യത 5 + 6ഉം ഇവിടെ വരുന്ന 6 + 5ഉം എത്ര മാത്രമേ ഉള്ളൂ? 2 എണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആൻസർ എങ്ങനെ വരും? 2/6 ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ അന്നുകൂടെ ഷോർട്ടാക്കി കഴിഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ 18 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇനി ആറാമത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതായത് ആറാമത്തെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഇതാണ്. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ദാറ്റ് എ കാർഡ് ഡ്രോൺ ഫ്രം എ പാക്ക് ഓഫ് 52 കാർഡ് ഈസ് എ കാർഡ് ഓഫ് കിങ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാർഡിൽ നമുക്കറിയാം 52 കാർഡാണുള്ളത്. അതിൽ കിങ് ആകാനുള്ള സാധ്യത, ഒരു കാർഡ് അത് കിങ് ആകാനുള്ള സാധ്യത എത്രയാണെന്നുള്ളതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കിങ് എന്ന് പറയുന്നത് ടോട്ടൽ എത്ര കിങ് ആണ് ഉണ്ടാവുക? മൊത്തം എത്ര കിങ് ഉണ്ടാവും? 4 ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, 52 കാർഡിൽ 4 കിങ് ആണ് വരുന്നത്. അപ്പോൾ 4 കിങ് ആകുമ്പോൾ അവിടെ എന്ത് വരും? ആൻസർ എങ്ങനെ വരും? 4 ഡിവൈഡഡ് ബൈ 52 എന്ന് വരും. അതായത് 1 ഡിവൈഡ് ബൈ 13 എന്ന് ഷോർട്ടായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് കിങ് എന്ന് പറയുന്നത് 4 ഡിവൈഡ് ബൈ 52 ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാർഡ് ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നേരത്തെ നമ്മൾ നന്നായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് നന്നായിട്ട് വാച്ച് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഓക്കെ, ഇനി അടുത്തത് 7th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഇതാണ്. എ ബാസ്ക്കറ്റ് കണ്ടെയ്ൻസ് 10 മാംഗോസ്. ഒരു ബാസ്ക്കറ്റിൽ 10 മാംഗോ ആണുള്ളത്. ഇൻ ഹൗ മെനി വേസ് 4 മാംഗോസ് ഫ്രം ദി ബാസ്ക്കറ്റ് ക്യാൻ ബി സെലക്റ്റഡ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര രൂപത്തിൽ ഇതിൽ നിന്ന് 4 എണ്ണത്തിന് സെലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് NCR എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. NCR എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ എന്ന് പറയുന്ന കോമ്പിനേഷൻ എന്ന് പറയുന്ന പാർട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നന്നായിട്ട് ആ ഒരു പാർട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക. ഓക്കെ, NCR എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ ടോട്ടൽ എത്ര മാംഗോ ഉണ്ട്? 10 മാംഗോ ആണ്. എത്രയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? 6 എന്ന് പറയുന്നത് എത്രയാണ് സെലക്ട് ചെയ്യേണ്ടത്? അത് 4 ആണ്. ഓക്കെ, 4 മാംഗോ ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇതിന് ഇക്വേഷൻ വരുന്നത് ഇതാണ്. n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ ആണ്. അതായത് n എന്ന് പറയുന്നത് ഇവിടെ 10 ആണ്. അപ്പോൾ 10 × 9 × 8 × 7 × 5 × 4 × 3 × 2 × 1 എന്ന് വരും. ഇനി 4 ഫാക്ടോറിയൽ 4 × 3 × 2 × 1. ഇനി 10 മൈനസ് 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ്. അപ്പോൾ 6 ഫാക്ടോറിയൽ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഈ 6 to 1 വരെ, ഇവിടെയും 6 to 1 വരെ വെട്ടിപ്പോവും. ഓക്കെ, ഇനി ഇത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? നമുക്ക് ആൻസർ 210 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, കോമ്പിനേഷൻ എന്ന് പറയുന്ന പാർട്ട് നന്നായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ഇനി അടുത്ത വരുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ഹൗ മെനി വേസ് 3 people ആർ സീറ്റഡ് ഓൺ ബെഞ്ച് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളോട് ചോദിക്കുന്ന അറേഞ്ച്മെൻ്റ് ആണ്. അറേഞ്ച്മെൻറ്റിന് നമ്മൾ പറയുക പെർമ്യൂട്ടേഷൻ എന്നാണ്. ഓക്കെ, അറേഞ്ച്മെൻറ്റിന് നമ്മൾ പറയുന്ന പേരെന്താണ്? പെർമ്യൂട്ടേഷൻ എന്നുള്ളതാണ് അറേഞ്ച്മെൻറ്റിന് നമ്മൾ പറയുന്നത്. അപ്പോൾ എത്ര രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. എത്ര രൂപത്തിൽ സിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണ്? പെർമ്യൂട്ടേഷൻ ആണ്. അപ്പോൾ ഇവിടെ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ NPR എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. അതായത് ഇൻ ഹൗ മെനി വേസ് 3 people, 3 എന്ന് പറയുന്നത് n ആണ്. ഓക്കെ, ആർ സീറ്റഡ് ഓൺ ബെഞ്ച് ഇഫ് ഓൺലി 2 സീറ്റ് ആർ അവൈലബിൾ. ഇപ്പോൾ R എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ഓക്കെ, 2 സീറ്റ് മാത്രമേ ഉള്ളൂ അവൈലബിൾ ആയിട്ട്. ഈ 3 ആളുകൾക്ക് എത്ര രൂപത്തിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? സീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ. 3 ഫാക്ടോറിയൽ ആണ് ഡിവൈഡ് ബൈ 3 മൈനസ് 2 ഫാക്ടോറിയൽ. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 ×
3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ്. ഓക്കെ, 3 ഇൻറ്റു 1 ആണ്. ഇനി ഇവിടെ 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ്. ഇവിടെ 3 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 1 ഫാക്ടോറിയൽ ആണ്. അപ്പോൾ 3 ഇൻറ്റു 2 ഇൻറ്റു 1 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? 6 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിനെ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഇതാണ്, ഡിറ്റർമൈൻ ദി നമ്പർ ഓഫ് വേസ് വൺ ക്യാൻ ഫോം എ 3 ലെറ്റർ വേർഡ്സ് ഫ്രം ദി ലെറ്റേഴ്സ് ഇൻ ദി വേർഡ് സ്മൈൽ. സ്മൈൽ എന്ന് പറയുന്ന വേർഡിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4 5. ഓക്കെ, n ഈസ് ഈക്വൽ ടു ഇവിടെ 5 ആണ്. ഈ 5 ലെറ്റർ ഉള്ള ഈ വേർഡിൽ നിന്നും നമുക്ക് 3 ലെറ്റർ ഉള്ള വേർഡ് ഫോം ചെയ്യണമെങ്കിൽ എത്ര രൂപത്തിലൊക്കെ ഇതിനെ അറേഞ്ച് ചെയ്യാം? 3 ലെറ്റർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 6 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എത്ര രൂപത്തിലൊക്കെ ഇതിനെ അറേഞ്ച് ചെയ്യാം, എത്ര രൂപത്തിലൊക്കെ ഈ വേർഡ് ഫോം ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയും NP6 ആണ് നമ്മൾ കാണേണ്ടത്. n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ. അതായത് 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1, n എന്ന് പറയുന്നത് 5 ആണ്, ഡിവൈഡ് ബൈ n മൈനസ് 6 ആണ്. അതായത് 5 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 ഫാക്ടോറിയൽ എന്ന് പറയും, 2 ഇൻറ്റു 1. അപ്പോൾ 2 ഇൻറ്റു 1ഉം 2 ഇൻറ്റു 1ഉം വെട്ടിപ്പോവും. 5 ഇൻറ്റു 4 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 3 ആണ്, 60 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇവിടെ പെർമ്യൂട്ടേഷനിൽ പൊതുവെ ഇത്തരത്തിൽ എത്ര രൂപത്തിലൊക്കെ ഇരിക്കാം, എത്ര രൂപത്തിലൊക്കെ വേർഡ് അറേഞ്ച് ചെയ്യാം, ഇങ്ങനെ വരുന്നതാണ്. അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് എടുത്ത് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നോർമലി ഇതിൻ്റെ പ്രീവിയസ് ഇയർലി ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന അവൈലബിൾ അല്ലെങ്കിലും ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് എന്ന് പറയുന്ന നേരത്തെയുള്ള സിസ്റ്റത്തിലെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർലി ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ കിട്ടുന്നതാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക് യു.